ഹലോ ഹായ് എല്ലാവർക്കും ലെനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മെയ് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെയ് മാസത്തിലെ ഓരോ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഓരോ ആഴ്ചയിലും മെയിൽ ഫസ്റ്റ് വീക്കിലെയും സെക്കൻഡ് വീക്കിലെയും തേർഡ് വീക്കിലെയും ലാസ്റ്റ് വീക്കിലെയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് എന്താണ്? ലേണിംഗ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചാനലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വീക്ക്ലി കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് ലേണിംഗ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള നമ്മുടെ ചാനൽ അല്ലേ. ഞങ്ങളുടെ ചാനലല്ല, നമ്മുടെ ചാനൽ അല്ലേ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഓരോ വെബ്സൈറ്റ് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ പേപ്പർ നോക്കി, ഓരോ ന്യൂസ് പേപ്പർ നോക്കി അതിന് കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. നോക്കിക്കേ, ഇപ്പൊ നമ്മളൊരു പേപ്പറൊക്കെ എടുത്ത് അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി, നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ഒരു എക്സാമിന് PSC മാത്രമല്ല ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആ ഒരു എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സിനുള്ള ഒരു ടോപ്പിക്. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ പേപ്പർ വായിക്കണം. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 1 മണിക്കൂറൊക്കെ എടുത്ത് ഒരു പേപ്പർ വായിച്ച് അതിന് നോട്ട്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ എന്താണ്, പേപ്പർ വായിച്ച് അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വിത്ത് പിക്ചേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഉപകരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഡേറ്റ് മാർക്ക്ഡ് ദ 50th ആനിവേഴ്സറി ഓഫ് ദ ലോഞ്ച് ഓഫ് ആര്യഭട്ട, ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ബിൽറ്റ് സാറ്റലൈറ്റ് അല്ലെ. ആര്യഭട്ട എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് അല്ലെ. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം അതായത് ഏത് ദിവസമാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചതിന്റെ 50ാം ആനിവേഴ്സറി ആഘോഷിച്ചത് ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ഏത് ദിവസമാണ്? 2025 ഏപ്രിൽ 19-നാണ്. അതായത് ആര്യഭട്ട വിക്ഷേപിച്ചത് 50ാം വാർഷികം ആഘോഷിച്ചത് 2025 ഏപ്രിൽ 19-നാണ്. ഓക്കെ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ ഉപഗ്രഹമാണ് ഏത്? ആര്യഭട്ട എന്ന് പറയുന്നത്. ISRO തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹം 1975 ഏപ്രിൽ 19-ന് USSRന്റെ കോസ്മോസ് 3M റോക്കറ്റില് കമ്പൂസ്റ്റിൻ യാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, ആര്യഭട്ടയുടെ പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ UR റാവുവിന്റെ നേതൃത്വത്തിലാണ് ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. 360 കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ടയുടെ ഭാരം എന്ന് പറയുന്നത്. ഈ ആര്യഭട്ട എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് അല്ലെ ആര്യഭടൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആര്യഭടന്റെ പേരാണ് ഉപഗ്രഹത്തിന് നിർദ്ദേശിച്ചത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ. പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു ISROയുടെ അന്നത്തെ ചെയർമാൻ. ISROയുടെ അന്നത്തെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ സതീഷ് ധവാൻ ആയിരുന്നു. ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗാമ എക്സ്റേ കിരണങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു ആര്യഭട്ടയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പര്യടനത്തിന് ശേഷം 1992 ഫെബ്രുവരി 11-ന് ആര്യഭട്ട ഭൗമാന്തരീക്ഷത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് BR ഗവായ്. 2025 മെയ് 13-ന് വിരമിക്കുന്ന നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ഗവായിയുടെ നിയമനം വന്നിട്ടുള്ളത്. മെയ് 14-നാണ് അധികാരമേൽക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റിസ് ഗവായിക്ക് 6 മാസം ചീഫ് ജസ്റ്റിസ് പദവിയിൽ സേവനം അനുഷ്ഠിക്കാനായിട്ട് സാധിക്കും. 65 വയസ്സ് പൂർത്തിയാകുന്ന നവംബർ 23-ന് അദ്ദേഹം വിരമിക്കും. 2003 നവംബർ 14-ന് ബോംബെ ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിയായിട്ടും 2005 നവംബർ 12 മുതൽ പെർമനന്റ് ജഡ്ജിയായിട്ടും സേവനം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2019 മെയ് 24 മുതൽ BR ഗവായ് സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്നു. മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ദലിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? BR ഗവായ്. ഓക്കെ, മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ 1960 നവംബർ 24-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു BR ഗവായ് അല്ലെ. അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഇന്ത്യൻ റിനൈസൻസ് ഓർഗനൈസേഷൻ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 150th ആനിവേഴ്സറി ഓൺ April 10, 2025?
അതായത് 2025 ഏപ്രിൽ 10 150-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ നവോത്ഥാന സംഘടന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? അപ്പോ ഇന്ത്യൻ റിനൈസൻസിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് അതിനെ കുറിച്ച് അറിയുണ്ടാവും. ഏപ്രിൽ 10 ഏതാണ്? ആര്യ സമാജമാണ് കേട്ടോ. 1875 ഏപ്രിൽ 10 സ്വാമി ദയാനന്ദ സരസ്വതി അന്ധവിശ്വാസങ്ങൾക്കെതിരായ നവോത്ഥാന സംഘടനയായിട്ടാണ് ബോംബെയിലെ ആര്യ സമാജത്തിന് തുടക്കമിടുന്നത്. പ്രധാനമായിട്ടും ഹിന്ദുമതത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കും എതിരായ പ്രസ്ഥാനമായാണ് ഇത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. സാമൂഹിക പരിഷ്കർത്താവും ദാർശനികനുമായ ദയാനന്ദ സരസ്വതി 1824 ഗുജറാത്തിലാണ് ജനിക്കുന്നത്. 1875 ഏപ്രിൽ 10 എന്ത് ആര്യ സമാജം രൂപീകരിക്കുന്നത്, അല്ലെ? ആളുകളെ അവരുടെ തെറ്റായ വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് വസ്തുനിഷ്ഠവും യുക്തിസഹവും പുരോഗമനപരവുമായിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കാൻ സഹായിക്കുന്നതിനായി അദ്ദേഹം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രാവാക്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്ന് വിചാരിക്കുക. ഹിന്ദു മതത്തിലെ കാൽവിൻ ആരാണ്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ പലത്. ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ദയാനന്ദ സരസ്വതിയാണ്. ഒന്നും കൂടി പറയാം, പഠിച്ചു പോകാം നമുക്ക്. കാരണം എന്താണ്? 150-ാം വാർഷികമാണ് ഇന്ത്യൻ ആര്യ സമാജത്തിന്റെ ആഘോഷിച്ചത്, അല്ലെ? അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ദയാനന്ദ സരസ്വതി, അല്ലെ? ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി, അല്ലെ? ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി എല്ലാം ആര് തന്നെയാണ്? ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഈ വിഗ്രഹം വെച്ചിട്ടുള്ള ആരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം എന്ന് പറയുന്നത്. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലോകത്തെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? സത്യാർത്ഥ പ്രകാശം എന്നുള്ളതാണ് ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ പറഞ്ഞു ദയാനന്ദ സരസ്വതിയാണെന്നാണ് പറഞ്ഞത്, അല്ലെ? വേദങ്ങളിലേക്ക് മടങ്ങുക, വേദം, ദയാനന്ദ സരസ്വതി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് മക്കളെ? വിവേകാനന്ദനാണ് കേട്ടോ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോയാണ്. ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മടങ്ങുക എന്നുള്ള സംഭവങ്ങൾ ഒരുമിച്ച് പറഞ്ഞത് മാത്രം. വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി, ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ, പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ, ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ്. നാലാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് സ്റ്റേറ്റ് ഈസ് പ്ലാനിംഗ് ടു സെറ്റപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്? അല്ലെ, ഇന്ത്യയുടെ ആദ്യം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് രൂപീകരിക്കാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഈസ് പ്ലാനിംഗ് ടു സെറ്റപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ആന്ധ്രാപ്രദേശ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്? നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. സംസ്ഥാന മൃഗം കൃഷ്ണമൃഗം, ബ്ലാക്ക് ബക്ക്, അല്ലെ? സംസ്ഥാന പക്ഷി റോസ് റിംഗ്സ് പാരാക്കീറ്റ്. സംസ്ഥാന വൃക്ഷം വേപ്പ്. സംസ്ഥാന പുഷ്പം മുല്ല. അതുപോലെ തന്നെ ഇതിനെന്താണ് 3 ക്യാപിറ്റൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, ജുഡീഷ്യറി ക്യാപിറ്റൽ, അല്ലെ? ആന്ധ്രാപ്രദേശിന് 3 ക്യാപിറ്റലുകളുണ്ട്. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യനിർവഹണ തലസ്ഥാനം. ഓക്കെ, ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ തലസ്ഥാനം. ഇനി ജുഡീഷ്യറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായ തലസ്ഥാനം. അപ്പോൾ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണമാണ്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതിയാണ്, ജുഡീഷ്യറി ക്യാപിറ്റൽ കുർണൂലാണ്. അപ്പോൾ 3 ക്യാപിറ്റലുള്ള സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്, അല്ലെ? എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ വിശാഖപട്ടണം, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അമരാവതി, ജുഡീഷ്യറി ക്യാപിറ്റൽ ഏതാണ് മക്കളെ? കുർണൂലാണ്, അല്ലെ? ഭാഷാടിസ്ഥാനത്തിൽ നിലവിലുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. PSC ക്വസ്റ്റ്യൻ ഡിഫോൾട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാഷാടിസ്ഥാനത്തിൽ നിലവിലുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം
സംസ്ഥാനം ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. അതേതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. രത്നഗർഭ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. കടൽത്തീരം കൂടുതലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് തന്നെയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ട് സ്ഥാപിതമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. സൈബർ സ്റ്റേറ്റ്, രത്നഗർഭ, ഇന്ത്യയുടെ മുട്ടപ്പാത്രം, അതുപോലെ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യയുടെ നെല്ലറ അല്ലെ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ് അല്ലെ. ഈ മന്ത്രിസഭ കൂടിയ ആദ്യ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ നിംസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. പുതുച്ചേരിയുടെ ഭാഗമായ യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ ലോക്സഭ റീസെന്റ് പാസ്ഡ് എ ബിൽ ടു എസ്റ്റാബ്ലിഷ് ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് സ്റ്റേറ്റ് അല്ലെ. ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏത് സ്റ്റേറ്റിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഗുജറാത്ത്. ഓക്കെ, ദ ലോക്സഭ റീസെന്റ് പാസ്ഡ് എ ബിൽ ടു എസ്റ്റാബ്ലിഷ് ത്രിഭുവൻ സർക്കാരി യൂണിവേഴ്സിറ്റി ഇൻ ഗുജറാത്ത്. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്ത് എങ്ങനെയാണ് ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത്? ഗുർജരം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ്. 1600 കിലോമീറ്ററോളം കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല, പരുത്തി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനവും അത് ഗുജറാത്താണ്. സോളാർ നയം, നമ്മളിപ്പോ പറഞ്ഞു സോളാർ അല്ലെ, AI പവേർഡ് സോളാർ മാനുഫാക്ചറിംഗ് ലൈൻ ലോഞ്ച് ചെയ്ത് ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. ഈ സോളാർ നയം തന്നെ ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മിൽക്ക് ATM നിലവിലുന്ന സംസ്ഥാനം. സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനവും അത് ഗുജറാത്താണ്. നിലവിൽ വന്ന വർഷം 1960 മെയ് 1 ഗുജറാത്ത് നിലവിൽ വന്നത്. തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗറാണ് അല്ലെ. ഔദ്യോഗിക മൃഗം ഏഷ്യൻ സിംഹം. ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഫ്ലമിംഗോ. ഔദ്യോഗിക പുഷ്പം മേരിഗോൾഡ്. ഔദ്യോഗിക വൃക്ഷം മാവ്. ഓക്കെ, ഇങ്ങനൊരു ചോദ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിലുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഗുജറാത്താണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാണത്? എറണാകുളമാണ് കേട്ടോ. ഇന്ത്യയിലെ ഗുജറാത്തും കേരളത്തിലെ എവിടെയാണ്? എറണാകുളവുമാണ്. ഒരു 4 സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. 4 പേര് അല്ലെ. അഹമ്മദാബാദ് ഗുജറാത്തിലെ നമുക്കറിയാം. ഒസാക്ക എവിടെയാണ്? ജപ്പാനിലാണ്. കോയമ്പത്തൂർ തമിഴ്നാടാണ്. കാൺപൂർ ഉത്തർപ്രദേശാണ്. എന്താണ് ഇവർ 4 പേരും തമ്മിലുള്ള റിലേഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു വേർഡ് എപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് വരുത്താവുന്ന ഒരു വേർഡ് ഇതിലുണ്ട്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഈ 4 പേരും. അഹമ്മദാബാദ്, ഒസാക്ക, കോയമ്പത്തൂർ, കാൺപൂർ. മാഞ്ചസ്റ്റർ, അതായത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ജപ്പാനിലെ ഒസാക്കയാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. അപ്പൊ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ.
was re-elected to power in Canada's ഫെഡറൽ ഇലക്ഷൻ. അതായത് കാനഡയില് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മാർക്ക് കാർണി ടു ബി PM ഓഫ് കാനഡ. ഓക്കെ, കാനഡ പൊതുതെരഞ്ഞെടുപ്പില് നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണി നേതൃത്വം നൽകുന്ന ലിബറൽ പാർട്ടി വീണ്ടും അധികാരം ഉറപ്പിച്ചിരിക്കുകയാണ്. 343 അംഗ പാർലമെന്റില് 169 സീറ്റിലാണ് ലിബറൽ പാർട്ടി വിജയിച്ചിരിക്കുന്നത്. ഭരണം ലഭിക്കാൻ 172 സീറ്റായിരുന്നു വേണ്ടിയിരുന്നത്. ലിബറൽ പാർട്ടിയുടെ മുഖ്യ എതിരാളികളായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി 144 സീറ്റുകൾ മാത്രമാണ് നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകനാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ആര്? മാർക്ക് കാർണി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ ഒരുപാട് എലക്ട് ചെയ്ത, അതായത് ആരൊക്കെയാണ് ഓരോരോ പദവിയിൽ എത്തിയവരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റണി ആൽബനീസ് ബോണിനസ് ന്യൂ PM ഓഫ് ഓസ്ട്രേലിയ. അതായത് മെയ് 3 നടന്ന ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി ആൽബനീസ് നയിച്ച ലേബർ പാർട്ടി അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള 150 അംഗ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ 85 സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റിൽ 78 സീറ്റുകളായിരുന്നു ലേബർ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. 76 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പൊ 78 സീറ്റുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. 3 വർഷമാണ് ഓസ്ട്രേലിയൻ സർക്കാരുകളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ആന്റണി ആൽബനീസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Who is elected as the chairman of NSAB? Who is elected as the chairman of NSAB? NSAB എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ആണ് കേട്ടോ. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് എലക്ട് ചെയ്തത്, തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ്. അതായത് NSAB എന്ന് പറയുമ്പോൾ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി അല്ലെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ്. റൈറ്റ് ആൻസർ ഈസ് ആരാണ്? അലോക് ജോഷി. അലോക് ജോഷി എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ്സ് ഹെഡ്. അതായത് ദേശീയ സുരക്ഷാ ഉപദേശക സമിതി NSAB കേന്ദ്ര സർക്കാർ ഏപ്രിൽ 30 പുനഃസംഘടിപ്പിച്ചത്. രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതാണല്ലോ റോ ഏജൻസി എന്ന് പറയുന്നത്. അതിന്റെ മുൻ മേധാവിയായിട്ടുള്ള അലോക് ജോഷിയാണ് പുതിയ ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന് വിവിധ വിഷയങ്ങൾ ഉപദേശം നൽകുന്നതും നയപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ആരാണ്? NSAB ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ആണ്. സോ ഹൂ ഈസ് എലക്ടഡ് ആസ് ദ ചെയർമാൻ ഓഫ് NSAB? Former Road Chief Alok Joshi is elected as the chairman of National Security Advisory Board. കിടക്കാം. 8ാമത്തെ ചോദ്യം. വേൾഡ് ആസ്മ ഡേ 2025 ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? എന്നാണ് വേൾഡ് ആസ്മ ഡേ എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അതെന്നാണ്? മെയ് 6-ാം തീയതിയാണ്. അപ്പൊ നമ്മള് മെയ് 8-ാം തീയതി റെഡ് ക്രോസ് ഡേ ആണെന്ന് പറഞ്ഞു. മെയ് 6-ാം തീയതി എന്താണ്? വേൾഡ് ആസ്മ ഡേ ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് മേക്ക് ഇൻഹേൽ ട്രീറ്റ്മെന്റ് ആക്സസിബിൾ ഫോർ ഓൾ എന്നുള്ളതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. വേൾഡ് ആസ്മ ഡേ ഈസ് ഓൺ മെയ് 6 and the theme for World Asthma Day is make inhaled treatments accessible for all എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. എന്താണ് 9ാമത്തെ ചോദ്യം? Which state government has launched the തേജസ്വി പ്രോഗ്രാം എന്നും പറയുന്നുണ്ട്, തേജസ്വിനി പ്രോഗ്രാം എന്നും പറയുന്നുണ്ട്. തേജസ്വിനി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ എന്റർപ്രണർഷിപ്പും അതുപോലെ തന്നെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ആ ഗവൺമെന്റ് ഏതാണത്? മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച്ഡ് ദ തേജസ്വി പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മള് മധ്യപ്രദേശിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്, ഇന്ത്യയുടെ കടവ സംസ്ഥാനമാണ്, ഇന്ത്യയുടെ സോയ സംസ്ഥാനമാണ്, വനവിസ്തൃതിയിലെ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനവിഭാഗമുള്ള സംസ്ഥാനമാണ്, പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ 2ാമത്തെ വലിയ സംസ്ഥാനമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ സോയാ സംസ്ഥാനം എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? മധ്യപ്രദേശ്. 10ാമത്തെ ചോദ്യം. വിച്ച് ഓപ്പറേഷൻ വാസ് carried out by Indian Navy to help tsunami victims in Sri Lanka? The right answer is Operation Rainbow.
അതായത് ഈ ശ്രീലങ്കയില് സുനാമി ബാധിതരെ സഹായിക്കാനായിട്ട് ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇത് ഓപ്പറേഷൻ റെയിൻബോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കാൻ പോകുന്നത് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 1948 നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ പോളോ. It is a police action against Hyderabad resulting the annexation of the Princely state. അതായത് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് നിസാം ഭരണത്തിലായിരുന്ന ഹൈദരാബാദ് സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഇത് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. 1948 സെപ്റ്റംബർ 13 മുതൽ 18 വരെയായിരുന്നു സായുധ സേനകളുടെ ഓപ്പറേഷൻ പോളോ ദൗത്യം. ഓക്കെ, ഇനി അടുത്തത് 1961 നടന്ന ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് ഇറ്റ് ഈസ് എ ലിബറേഷൻ ഓഫ് ഗോവ ആൻഡ് അതർ പോർച്ചുഗീസ് കോളനീസ് ഇൻ ഇന്ത്യ. അതായത് പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സേന 1961 ഡിസംബറിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യയുടെ ഭാഗമായത് ഈ ദൗത്യത്തിലൂടെയാണ്. ഇനി അടുത്തത് ഏതാണ്? ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയാണ്. കിഴക്കൻ പാകിസ്ഥാനില്, ഇന്നത്തെ ബംഗ്ലാദേശ്, അതായത് ആദ്യത്തെ കിഴക്കൻ പാകിസ്ഥാനില് ഇന്ത്യൻ വ്യോമസേന നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ്. 1971 ഡിസംബറിൽ നടന്ന ദൗത്യത്തിലെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം പിറന്നത്. ഓപ്പറേഷൻ കാക്ടസ് ലില്ലിയുടെ ഭാഗമായിട്ടാണ്. അടുത്തത് ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ്. 1971 തന്നെയായിരുന്നു അല്ലെ. ഇറ്റ് ഇസ് സ്ട്രൈക്ക് ഓൺ കറാച്ചി. അതായത് ഓപ്പറേഷൻ ട്രൈഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് വിമോചക യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന് പറയുന്നത്. 1971 ഡിസംബറിൽ കറാച്ചി തുറമുഖത്തായിരുന്നു ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ 4 നേവി ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 4 എന്ന് പറയുന്നത് നേവി ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം എന്താണ്? ഓപ്പറേഷൻ ട്രൈഡന്റ് ആണ് അല്ലെ. അടുത്തത് ഓപ്പറേഷൻ മേഘ്ദൂത് ആണ്. ഓപ്പറേഷൻ മേഘ്ദൂതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കശ്മീരിലെ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള സിയാച്ചിൻ മഞ്ഞുമല പിടിച്ചെടുക്കുന്നതിനായിട്ട് ഇന്ത്യൻ സായുധ സേന 1984 ഏപ്രിൽ നടത്തിയിട്ടുള്ള സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള യുദ്ധമുഖമായിരുന്നു ഇത് സിയാച്ചിനിലേത്. അപ്പൊ ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറയുന്നത് ക്യാപ്ചർ ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യർ ഫ്രം പാകിസ്ഥാൻ. ഓക്കെ, ഇനി അടുത്തത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984 നടന്നിട്ടുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇറ്റ് ഇസ് എ മിലിറ്ററി ആക്ഷൻ ഇൻ ദ ഗോൾഡൻ ടെമ്പിൾ ഇൻ അമൃത്സർ അല്ലെ. അതായത് ഖലിസ്ഥാൻ വാദം ഉയർത്തിയിട്ടുള്ള സിഖ് ഭീകരർക്കെതിരെ 1984 ജൂണില് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തില് ഗോൾഡൻ ടെമ്പിളില് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഏതാണ് വർഷം? 1984 അല്ലെ. ഇനി ഓപ്പറേഷൻ കാക്ടസ് 1988 ഇന്റർവെൻഷൻസ് ഇൻ ദ മാൽദീവ്സ്. അതായത് മാലദ്വീപിലെ പ്രസിഡന്റ് ഗയോണിനെതിരായിട്ടുള്ള സൈനിക അട്ടിമറി തടഞ്ഞുകൊണ്ട് ഇന്ത്യൻ സായുധ സേന 1988 നവംബറിൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ വിജയ്. അപ്പൊ 1961 ഓപ്പറേഷൻ വിജയ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1999 ഓപ്പറേഷൻ വിജയ് നടന്നിട്ട് മിലിറ്ററി ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ കാർഗിൽ വാർ. അതായത് എന്താണ് പറയുന്നത്? 1999 ഓപ്പറേഷൻ വിജയ് അല്ലെ. കാർഗിൽ യുദ്ധത്തില് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ കരസേനയുടെ സൈനിക നീക്കങ്ങൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1999 മെയ് ജൂലൈ കാലയളവിലാണ് ഈ ദൗത്യം നടന്നിട്ടുള്ളത്. ആ വർഷം തന്നെ അടുത്തത് നടന്നിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സഫേദ് സാഗർ 1999 തന്നെയാണ്. 99 തന്നെയാണ് ഓപ്പറേഷൻ തൽവാറും നടന്നിട്ടുള്ളത്. സഫീദ് സാഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർഗിൽ യുദ്ധത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേന നടത്തിയിട്ടുള്ള ദൗത്യമാണ് സഫീദ് സാഗർ. കരസേനാ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ തൽവാർ ആണെങ്കിൽ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ തൽവാർ എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻ വിജയ് ദൗത്യത്തിന് പിന്തുണ നൽകുന്നതായിരുന്നു ഇത് ഈ ദൗത്യം. 1999 നടന്നിട്ടുള്ള ഓപ്പറേഷൻ വിജയ് എന്ന ദൗത്യത്തിന് പിന്തുണ നൽകുന്നതായിരുന്നു ഓപ്പറേഷൻ തൽവാർ എന്നുള്ള ദൗത്യം. ഓക്കെ, ഇനി അടുത്തത് ഓപ്പറേഷൻ പരാക്രമാണ് 2001 നടന്നിട്ടുള്ളത് അല്ലെ. ഓപ്പറേഷൻ പരാക്രം പാർലമെന്റിലെയും ഭീകരാക്രമണത്തെ തുടർന്ന് പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള സൈനിക വിന്യാസമാണ് ഓപ്പറേഷൻ പരാക്രം. 2001 ഡിസംബർ 13 ആരംഭിച്ച ഈ നീക്കം ഒരു ഏഷ്യൻ രാജ്യം നടത്തുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഓപ്പറേഷൻ പരാക്രം 2001 മിലിറ്ററി ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ ഇൻഡോ പാകിസ്ഥാൻ ബോർഡർ കോൺഫ്ലിക്റ്റ്. അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആണ്.
അതിനു മുന്നേ 2001 തന്നെ ഓപ്പറേഷൻ പൂർണ്ണ വിജയ് എന്നൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതായത് വിവിധ ഇനം അത്യാധുനിക യുദ്ധായുധങ്ങളെ പ്രതിരോധിക്കുന്നതിന് സേനയെ സജ്ജമാക്കാൻ രാജസ്ഥാൻ മരുഭൂമിയിലും 2001 മെയ് ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള നീക്കമാണ് ഓപ്പറേഷൻ പൂർണ്ണ വിജയ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആണ്. എ കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ മുംബൈ അറ്റാക്സ് അല്ലെ. എന്താണ് പറയുന്നത്? 2008 നവംബർ 26 മുംബൈ ആക്രമണം നടന്നു അല്ലെ. അതിന് പിന്നിലെ ഭീകരരെ വകവരുത്തിയിട്ട് ബന്ദികളെ മോചിപ്പിക്കാൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകൾ നടത്തിയ ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന് പറയുന്നത്. NSCയുടെ 51, 52 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പുകളാണ് ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. ഓക്കെ, ഇനി അടുത്തത് റീസെന്റ് നടന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ആണ് അല്ലെ. എ റീസെന്റ് ഓപ്പറേഷൻ ടാർഗറ്റിംഗ് ടെററിസം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പാകിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ജമ്മു കാശ്മീർ. നമുക്കറിയാലോ പഹൽഗാം ദുരന്തം എന്നാണ് നടന്നത്? പഹൽഗാം 2025 ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ട് പാകിസ്ഥാനില് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണമാണ് ഏത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ദൗത്യം അല്ലെ. മെയ് 7 ഏപ്രിൽ 22 നടന്നിട്ടുണ്ടെങ്കിൽ മെയ് 7 ഒരു മാസം മുന്നേ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചടിച്ചു അല്ലെ. അർദ്ധരാത്രി 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ട കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത ദൗത്യത്തില് പാകിസ്ഥാനില് എത്ര ഭീകര കേന്ദ്രങ്ങളാണ് താകുന്നത്? 9 ഭീകര കേന്ദ്രങ്ങളിലായിട്ട് 24 അക്രമങ്ങളാണ് ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 1971 ശേഷം ആദ്യമായാണ് പാക് അധിനിവേശ കശ്മീരിന്റെ പുറത്ത്, അതായത് പാക് മണ്ണില് ഇന്ത്യയുടെ സൈനിക ദൗത്യം പ്രത്യാക്രമണം നടത്തുന്നത്. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻ സേന അതിർത്തിയിൽ പ്രകോപനം തുടർന്നതോടെ മെയ് 10 പുലർച്ചെ പാക് വ്യോമതാവളത്തിലും ഇന്ത്യ ആക്രമണം നടത്തുകയുണ്ടായിട്ടോ. അപ്പൊ റീസെന്റ് ഓപ്പറേഷൻ 2025 അപ്പൊ ഏതൊക്കെ ഓപ്പറേഷൻ? 1948 ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ വിജയ് 1961, 71 കാക്ടസ് ലില്ലി അല്ലെ, 1971 തന്നെ ട്രൈഡന്റ്, 1984 മേഘ്ദൂത്, 1984 തന്നെ ബ്ലൂ സ്റ്റാർ, പിന്നെ 88 കാക്ടസ്, ഓപ്പറേഷൻ കാക്ടസ്. അപ്പൊ കാക്ടസ് ലില്ലി ഉണ്ട്, കാക്ടസും ഉണ്ട്, തെറ്റിപ്പോകരുത്. ഓപ്പറേഷൻ വിജയ് ഓൺ 1999, ഓപ്പറേഷൻ പരാക്രം 2001, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ 2008, ഓപ്പറേഷൻ സിന്ദൂർ 2025. ഇറ്റ് ഈസ് എ റീസെന്റ് ഓപ്പറേഷൻ ടാർഗറ്റിംഗ് ടെററിസം അല്ലെങ്കിൽ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പാകിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. ഓപ്പറേഷൻ പോളോ 1948 തുടങ്ങി 2025 അവസാനിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മൾ പറഞ്ഞല്ലോ ശ്രീലങ്കയിലെ സുനാമി ബാധിതരെ സഹായിക്കാനായിട്ട് ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റെയിൻബോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ഗാർലാൻഡ് എന്ന് പറയുന്നത്. 1987 രാജസ്ഥാൻ മരുഭൂമിയിൽ നടത്തിയ സമ്പൂർണ്ണ സൈനിക വിന്യാസത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ റൈനു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനിലുള്ള ഉൾഫ തീവ്രവാദികളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഏത്? ഓപ്പറേഷൻ റൈനു. ഓപ്പറേഷൻ ഗംഭീർ എന്താണ്? ഇന്തോനേഷ്യയില് ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള സുനാമി ദുരിതാശ്വാസ പ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഭീർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സുക്കൂൺ എന്താണ്? ഇസ്രായേൽ ലെബനൻ യുദ്ധത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായിട്ട് ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ സുക്കൂൺ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സീ വേവ്സ് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള സുനാമി ദുരിതാശ്വാസ പ്രവർത്തന ദൗത്യമാണ് ഓപ്പറേഷൻ സീ വേവ്സ് എന്ന് പറയുന്നത്. ഇനി റീസ്റ്റോർ ഹോപ്പ്, ഇന്ത്യൻ നാവികസേന സൊമാലിയൻ തീരത്ത് നടത്തിയ UN സമാധാന പരിപാലന ദൗത്യമാണ് ഓപ്പറേഷൻ റീസ്റ്റോർ ഹോപ്പ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ കാസ്റ്റൽ, അതായത് ഇന്ത്യൻ നാവികസേന സുനാമി ദുരന്തബാധിതരെ സഹായിക്കാനായിട്ട് മാലദ്വീപിൽ നടത്തിയിട്ടുള്ള രക്ഷാ ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ കാസ്റ്റർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മദത് എന്താണ്? തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഇന്ത്യൻ നേവി നടത്തിയിട്ടുള്ള സുനാമി ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ മദത്. ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്, അതായത് മാവോ തീവ്രവാദികൾക്കെതിരെ 75,000 ജവാന്മാരും പോലീസും സംയുക്തമായിട്ട് അണിനിരക്കുന്ന സേനാ നടപടിയായിരുന്നു ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്നത്. ഇനി സൈക്ലോൺ എന്താണ്? 2008 മുംബൈ താജ് ഹോട്ടലില്
നിന്ന് ഭീകരരെ തുരത്താൻ NSG കമാൻഡോകൾ നടത്തിയിട്ടുള്ള നീക്കമാണ് ഓപ്പറേഷൻ സൈക്ലോൺ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബജ്രംഗ്, അസമിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബജ്രംഗ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ സോജില, 1984 ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സോജില. ഓക്കെ, ഓപ്പറേഷൻ ശക്തി എന്താണ്? 1998 പോഗ്രാനിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള രണ്ടാമത്തെ അണുസ്ഫോടനമാണ് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നത്. ഇനി വൂഡ്രോസ്, പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾക്കെതിരെ നടത്തിയിട്ടുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വൂഡ്രോസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ വജ്രശക്തി എന്താണ്? ഗുജറാത്തിലെ അക്ഷർധാം സ്വാമിനാരായൺ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ പുറത്താക്കാൻ നടത്തിയ ഇന്ത്യൻ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ വജ്രശക്തി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് മെയ് മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ്. മെയ് 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.